നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലുള്ള അതായത് 5th മൊഡ്യൂളിലുള്ള ഒരു ടോപ്പിക്കാണ് റാൻഡം വേരിയബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം എക്സ്പീരിമെൻ്റ് എന്താണെന്ന് പറഞ്ഞു. റാൻഡം എക്സ്പീരിമെൻ്റ് ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉള്ളത്, ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്, റാൻഡം എക്സ്പെരിമെൻറ്റ് എത്ര ടൈംസ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എക്സ്പീരിമെൻറ്റ്സിനെയാണ് നമ്മൾ റാൻഡം എക്സ്പീരിമെൻ്റ് എന്ന് പറയുന്നത്. റാൻഡം എക്സ്പീരിമെൻറ്റിൻ്റെ ഔട്ട്കംസിന് ഓരോ ഔട്ട്കംസിനും നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനാണ് റാൻഡം വേരിയബിൾ. അപ്പോൾ ആ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളായിട്ട് എടുക്കണം. ആ എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യണമെന്ന് പറഞ്ഞാൽ റാൻഡം എക്സ്പീരിമെൻറ്റിൻ്റെ ഔട്ട്കംസാണ് നമ്മൾ ഈ വേരിയബിളിന്, ആ ഔട്ട്കംസിന് ഓരോ പർട്ടിക്കുലർ ഔട്ട്കംസിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസാണ് ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ എന്ന് പറയാൻ കാരണം ഓരോ ഔട്ട്കംസിനും അതിൻ്റെ വാല്യൂ മാറി മാറി വരും. എക്സ് എന്ന് പറയുന്നതാണ് റാൻഡം വേരിയബിളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ എക്സ്പീരിമെൻറ്റിൻ്റെ റാൻഡം വേരിയബിളായിട്ട് എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ മാറി മാറി വരും. മാറി മാറി വരണത് അതിൻ്റെ ഓരോ ഔട്ട്കമ്മിനും ഓരോ വാല്യൂ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് ഹെഡ്, ടെയില്, അത് നമ്മൾ ഒരു ഇവൻ്റ്, ഒരു ഹെഡിന് എന്നുള്ളതിന് 0യും ടെയിലിന് 1ഉമാണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ രണ്ട് വാല്യൂസാണ് എന്തൊക്കെ 0യും 1ഉമായിട്ട് വരുന്നത്. അപ്പോൾ ഹെഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ 0യും ടെയിലാണെങ്കിൽ 1ഉം ആണെങ്കിൽ നമ്മൾ ആ റാൻഡം എക്സ്പീരിമെൻറ്റിൽ റാൻഡം വേരിയബിൾ എക്സ് ആണ്. അപ്പോൾ എക്സിന് നമ്മൾ കൊടുക്കുന്നത് റിയൽ വാല്യൂസാണ്. അപ്പോൾ റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ്റെ സാമ്പിൾ സ്പേസിൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക് ഉള്ള ഒരു മാപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, ഡെഫിനേഷൻ നോക്കാം. എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ്. So its domain of definition is the sample space S and range is real line extending from -infinity to infinity. In other words, a random variable is a mapping from sample space to real numbers. Random variable are also called chance variable or stochastic variable. It is denoted by x or x omega. അപ്പോൾ റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനായിട്ട് എസ്സിൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, മാപ്പിംഗ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എസ് എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസിലാണ് ഔട്ട്കംസിൽ ഓരോന്നിനും നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് റിയൽ നമ്പേഴ്സിലെ വാല്യൂസാണ്. 1 2 3 എക്സെട്ര അങ്ങനത്തെ വാല്യൂസാണ്. അപ്പോൾ സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് ഉള്ള ഒരു മാപ്പിംഗ് ആയിട്ടാണ് റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡെഫിനീഷനിൽ അപ്പോൾ ജസ്റ്റ് നോക്കാം, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വാല്യൂസ് വരുന്നതെന്ന്. നമ്മൾ 2 കോയിൻസ് ടോസ് ചെയ്യണം, ഒരു എക്സ്പെരിമെൻറ്റ്, റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തി. അതിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയായിരിക്കും? 2 ഹെഡ്, അല്ലെങ്കിൽ ഒരു ഹെഡും ഒരു ടെയിലും, അല്ലെങ്കിൽ ആദ്യത്തെ ടെയില് പിന്നത്തെ ഹെഡ്, അല്ലെങ്കിൽ 2 ടെയില്. ഇതിൽ നമ്മൾ ഹെഡിനനുസരിച്ചാണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റാൻഡം വേരിയബിൾ എക്സ് ഒമേഗ എന്ന് പറഞ്ഞ വാല്യൂ, എക്സിന് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 2 ഹെഡ് കിട്ടണമെങ്കിൽ വാല്യൂ 2, ഒറ്റ ഹെഡാണെങ്കിൽ 1, അടുത്തതിനും 1, ലാസ്റ്റിന് 0. അപ്പോൾ ഈ 2 1 1 1 0 എന്ന് പറയുന്ന വാല്യൂസാണ് നമ്മൾ റാൻഡം വേരിയബിൾ എക്സിന് കൊടുക്കുന്ന വാല്യൂസ്. ഈ HHHT എന്ന് പറയുന്നത് ഔട്ട്കംസ്. ആ ഔട്ട്കം ആ സാമ്പിൾ സ്പേസിലെ എലമെൻറ്റ്സിന് നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂസാണ് താഴെ വരുന്നത്. ഈ മാപ്പിങ്ങിനെ, ആ റിലേഷനുകളിനെ നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം വേരിയബിൾ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാൻഡം വേരിയബിൾ എക്സ് അല്ലെങ്കിൽ എക്സ് ഓഫ് ഒമേഗ എന്നൊക്കെ പറയും. എക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് സച്ച് ദാറ്റ് എസ് ഫ്രം എവിടെ നിന്നാണ്? എസ് ടു എക്സ് ആണ് നമ്മൾ എസ് ടു -infinity to infinity ആണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ സിമ്പിൾ എക്സ് സച്ച് ദാറ്റ് എസ് ഫ്രം എസ് ടു ആർ ഓഫ് -infinity to infinity. ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്, എക്സ് റാൻഡം വേരിയബിൾ. നെക്സ്റ്റ് റാൻഡം വേരിയബിൾ 2 ടൈപ്സ് റാൻഡം വേരിയബിൾസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. നമ്മൾ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് എന്താണെന്ന് മുമ്പേ തന്നെ ഡിസ്ട്രിബ്യൂഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സെയിം തന്നെയാണ് ഇവിടെ റാൻഡം വേരിയബിളിൻ്റെയും ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ഡിഫൈൻ ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് വാല്യൂ ആയിട്ട് അതിൻ്റെ ഔട്ട്കമ്മിന് കൊടുക്കുന്ന ഒരു സ്പെസിഫിക് വാല്യൂവിനെയാണ് ഡിസ്ക്രീറ്റ്. റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളത്, അതായത് സ്പെസിഫിക് വാല്യൂസ് ആയിട്ടുള്ളത് ആണെങ്കിൽ നമ്മളതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇനി ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇടയിലാണ് അതിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ, ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇടയിലുള്ള വാല്യൂസാണ് എക്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ
പർട്ടിക്കുലർ ഇൻ്റർവെലിൻ്റെ ഇടയിലാണ് അതിൻ്റെ വാല്യൂസ് വരണമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് വാല്യൂ അല്ല, പർട്ടിക്കുലർ ഇൻ്റർവെലിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. അപ്പോൾ എക്സിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റാൻഡം എക്സ്പീരിമെൻറ്റ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ടെയില് ഇതിൻ്റെയൊക്കെ വരണത് എന്താണ് ഡിസ്ക്രീറ്റാണ് വരാം. കാരണം 1, 2 അങ്ങനെയുള്ള വാല്യൂസ് സ്പെസിഫിക് വാല്യൂസാണ് വരാം. ഒരു കുട്ടിയുടെ മാർക്ക് ഇതൊക്കെ സ്പെസിഫിക് വാല്യൂസാണ്. ഇനി നമ്മൾ ഹൈറ്റ് ഒരു ക്ലാസ്സിൽ കോളേജിലുള്ള കുട്ടികളുടെ റാൻഡംലി സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ ഹൈറ്റ് പർട്ടിക്കുലർ ഒരു 2 അല്ലെങ്കിൽ 6 7 അല്ലെങ്കിൽ 5 ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പോയിൻ്റ് സംതിങ് ഒരു ഇൻ്റർവെല്ലിൻ്റെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്ര സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 150ക്കും 180ക്കും ഇടയിലൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു റേഞ്ചാണ് നമുക്ക് ഹൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ പറയാൻ പറ്റുക. നോക്കാം. റാൻഡം വേരിയബിൾ ആർ 2 types, discrete and continuous. A random variable x is said to be discrete if its range includes finite number of values or countably infinite number of values. The possible values of a discrete random variables can be labeled as x1, x2, etc., x3, etc. The number of defective articles produced in a factory in a day in a city. The number of deaths due to road accidents in a day in a city. The number of patients arriving at a doctor's clinic in a day. ഇതൊക്കെ നമ്പറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി a random variable which is not discrete is said to be continuous. That means it can assume infinite number of values from a specified interval of the form AB. AB എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ വാല്യൂസ്. അതിന് എക്സാമ്പിൾസ് നോക്കാം. A man brushes his teeth every morning. X represents the time taken for brushing. Next, X represents the height of a student randomly chosen from a college. X represents the service time of a doctor on his next patient, lifetime of a tube, etc. ഇതൊക്കെ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ട് പറയാൻ പറ്റില്ല, ഒരു റേഞ്ച് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടർ ഓരോ രോഗിക്ക് എടുക്കുന്ന സമയം, അല്ലെങ്കിൽ അതൊരു റേഞ്ച് ആയിട്ടേ പറയാം. ഒരു ബ്രഷിങ്ങിന് എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ ലൈഫ് എത്ര വർഷമാണ്, അല്ലെങ്കിൽ എത്ര ഡേയ്സാണ്, അതൊക്കെ നമുക്ക് പർട്ടിക്കുലർ ഒരു വാല്യൂ അല്ല പറയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. അപ്പോൾ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇടയിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ഉണ്ട്. ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, കറക്റ്റ് വാല്യൂ ആയിട്ട് പറയാൻ പറ്റുന്നത്. മറ്റേതൊരു ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ വരുന്ന വാല്യൂസാണ് എക്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡെഫിനേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒരു റാൻഡം വേരിയബിളിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി, ആ പ്രോബബിലിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ടേബിളിനാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള അത് എക്സ്പ്രസ് ചെയ്യുന്ന ടേബിളിനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. ആ പ്രോബബിലിറ്റിനെയാണ് probability distribution of a random variable x. We mean the assignment of probabilities to all events defined in terms of this random variable. Now we shall discuss the probability distribution in the case of discrete as well as continuous random variable. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് ഇപ്പോൾ എക്സിന് 1 ഞാൻ പറഞ്ഞു, ഹെഡ് കിട്ടിയാൽ 1 അല്ലെങ്കിൽ ടെയിൽ കിട്ടിയാൽ 0. എക്സിന് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ എക്സിന് 0 കിട്ടാനുള്ള പ്രോബബിലിറ്റി അത് ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Suppose x is a random variable and assumes the values x1, x2, etc., xn with the corresponding probabilities p1, p2, etc., pn. Then the probability distribution is x in the values x1, x2, etc., xn and the corresponding probability p1, p2, etc., pn. The probability distribution has the following properties: p of x greater than or equal to 0 and sigma p of x equal to 1. ഈ പ്രോബബിലിറ്റീസ് എല്ലാം വാല്യൂസ് എല്ലാം എന്തായിരിക്കണം, 0-നേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കണം. അതുപോലെ തന്നെ സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മളതിനെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് എക്സ് സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റൈൻഡ് വെൻ 3 coins ആർ ടോസ്ഡ്. അപ്പോൾ 3 coins ടോസ് ചെയ്യുമ്പോൾ തന്നെ റാൻഡം വേരിയബിളിൽ എക്സിന് കിട്ടുന്ന വാല്യൂസ്. ദെൻ എക്സ് ടേക്സ് ദ വാല്യൂ 0, 1, 2, 3 വിത്ത് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എഴുതിയിരിക്കുന്നത് നോക്കുക. എക്സിൻ്റെ വാല്യൂ 0, അതായത് എക്സിൻ്റെ വാല്യൂ 0 ആവണ കേസ്, അപ്പോൾ ഹെഡുകൾ 0 ആവണ കേസ് 3 coins ടോസ് ചെയ്യുമ്പോൾ ആ സാമ്പിൾ സ്പേസ് നിങ്ങളൊന്ന് എഴുതി നോക്കാം. 8 ഔട്ട്കംസ് ആണ് ഉണ്ടായിരിക്കുക. നമ്മൾ മുമ്പ് കുറേ പ്രാവശ്യം എഴുതിയിട്ടുള്ളതാണ്. HHH, HHT, അതുപോലെ HTH അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു.
ആ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ 0 ഒറ്റ ഹെഡും ഇല്ലാത്ത എത്ര ഉണ്ടാവും? എല്ലാം ടെയിൽ വരുമ്പോൾ അല്ലേ ഉള്ളൂ. അത് ഒരു കേസല്ലേ ഉള്ളൂ. ടോട്ടൽ ഔട്ട്കംസ് 8 ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/8. അതായത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ 0 എന്ന് പറയുന്ന വാല്യൂ വരാനുള്ള പ്രോബബിലിറ്റി 1/8. 1 വരാനാണ്, 1 ഹെഡ് വരാനത്. ഏതൊക്കെ കേസിൽ 1 ഹെഡ് വരും? 1 ഹെഡ് വരുന്നത് HTT, അതുപോലെ THT. ഈ 2 കേസിലാണ് നമുക്ക് 1 ഹെഡ് വരുന്നത്. ഇനി വേറൊരു കേസും കൂടി ഉണ്ട്. ഏതാണ് 2 ഹെഡ് വരുന്നത്? THH. ഈ കേസിലും ഒരു ഹെഡാണ് വരുന്നത്. TTH ഒരു ഹെഡാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 3/8. അപ്പോൾ ഓരോന്നും നിങ്ങൾ ആ ഔട്ട്കം എഴുതിയിട്ട് എഴുതാൻ നോക്കാം. അതുപോലെ 2 ഹെഡ് വരുന്നത് 3 തന്നെയാണ്, 3/8. 3 ഹെഡ് വരുന്നത് 1/8. 4 ഹെഡ് വരുന്ന കേസ് ഉണ്ടാവും. 2-3 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ 4 ഹെഡ് കിട്ടോ? ഇല്ല, അതിന് 0. ഇനി ഇതിലേതെങ്കിലും ഒരെണ്ണം P of Xൻ്റെ വാല്യൂസിൽ എവിടെയെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടോ? എല്ലാം പോസിറ്റീവാണ്. പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആണ്. ഇനി ഇതിൻ്റെ ടോട്ടൽ നോക്കി 1/8 + 3/8 + 3/8 + 1/8. എത്ര വാല്യൂ കിട്ടണം? 8/8 = 1. അപ്പോൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആവണമെങ്കിൽ ടോട്ടൽ 1 വരണം, എല്ലാം > 0 ആയിരിക്കണം. അപ്പോൾ റാൻഡം വേരിയബിൾ എന്താണെന്ന് കണ്ടു. റാൻഡം വേരിയബിളിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്, അതുപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആ റാൻഡം വേരിയബിളിൻ്റെ ഓരോ കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ഉണ്ടായിരിക്കും, ഡിസ്ക്രീറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയും. റാൻഡം വേരിയബിളിൻ്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഫംഗ്ഷനാണ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സാമ്പിൾ സ്പേസിൽ നിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക്. ആ മാപ്പിംഗ്, അത് റാൻഡം വേരിയബിൾ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്, അതെന്താണ്, അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആവണത് എങ്ങനെയാണ്, അതിൻ്റെ പ്രോബബിലിറ്റി കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, താങ്ക് യു.